Good morning, my dear students. Welcome back to our new class. Okay, now we can going to discuss about story of printing. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോറി ഓഫ് പ്രിൻറ്റിങ്ങിനെ കുറിച്ച്. സോ അതെന്താണെന്ന് നോക്കാം. The printing press was invented by German blacksmith Johannes Gutenberg in 1439. It was made a replaceable wooden alphabet. The invention of printing created a new reading culture. This resulted in revolutionary changes in the diffusion of knowledge. Gradually, the technology spread to the other continents. Listen here. നമുക്കറിയാം റിനൈസൻസ് പീരീഡിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻവെൻഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇറ്റ് ഷുഡ് ബി ദ പ്രിൻറ്റിംഗ് മെഷീൻ. ക്ലിയർ? പ്രിൻറ്റിംഗ് പ്രസ്. എന്താണ് കാരണം? നമുക്കറിയാം ഇന്നൊക്കെ നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ എല്ലാ കുട്ടികളുടെ കയ്യിലും പുസ്തകമുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് എല്ലാ കുട്ടികൾക്കും അല്ലേ? ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് 10 ലക്ഷം കുട്ടികളുണ്ടെങ്കിൽ 10 ലക്ഷം പുസ്തകങ്ങൾ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ് നമുക്കത് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നത്? ബൈ പ്രിൻറ്റിംഗ് പ്രസ് അല്ലേ? ബൈ പ്രിൻറ്റിംഗ് മെഷീൻ അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് അത്രയും പ്രിൻ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രിൻറ്റിംഗ് പ്രസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല, അല്ലെങ്കിൽ ആ ഒരു ഇൻവെൻഷൻ ഇല്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പുസ്തകം ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പുസ്തകം ഉണ്ടല്ലേ? ഒരു പേഴ്സണൽ കോപ്പി ഉണ്ട് എല്ലാവർക്കും. അതിൽ നോക്കി നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിക്കുകയാണ് ഇപ്പോൾ അല്ലേ? അതന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇതന്നെയാണ് റിനൈസൻസ് പീരീഡിലും സംഭവിച്ചത്. അതായത് ആദ്യമെല്ലാം പുസ്തകങ്ങളെല്ലാം എന്തായിരുന്നു അല്ലേ? നമ്മൾ കൈയെഴുത്ത് പ്രതിയായിരുന്നു അല്ലേ? കൈയെഴുത്ത് പ്രതി, ഐ മീൻ നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന കോപ്പി അല്ലേ? നമ്മൾ കൈകൊണ്ട് എഴുതി ഉണ്ടാക്കുന്ന കോപ്പിയായിരുന്നു. പിന്നീട് ഈ പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിച്ചതോട് കൂടിയിട്ട് അതിൻ്റെ എല്ലാം പ്രിൻറ്റുകൾ എടുക്കാൻ തുടങ്ങി അല്ലേ? പ്രിൻറ്റുകൾ എടുക്കാൻ തുടങ്ങി, എല്ലാവർക്കും കിട്ടി. ഫോർ എക്സാമ്പിൾ, ഒരു പുസ്തകത്തിൻ്റെ സ്ഥാനത്ത് 10 പുസ്തകമായി, അത് 100 പുസ്തകമായി, 1000 പുസ്തകങ്ങളായി അല്ലേ? അപ്പോൾ എല്ലാവരുടെ കൈകളിലേക്കും പുസ്തകം കിട്ടാൻ തുടങ്ങി. അതോടുകൂടി അറിവുകൾ പരസ്പരം പങ്കുവെക്കാനും കൈമാറുവാനും തുടങ്ങി. ഇത് വലിയൊരു ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചിനാണ് അല്ലേ? ലോക ചരിത്രത്തിലൊരു ഡ്രാസ്റ്റിക് ചേഞ്ചിനാണ് ഇത് തുടക്കം കുറിച്ചത് അല്ലേ? എവിടെയാണ് പ്രിൻറ്റിംഗ് പ്രസ് കണ്ടെത്തിയത്? ജർമ്മനിയിലെ ഒരു ബ്ലാക്ക് സ്മിത്ത് ആയിരുന്ന ജോഹന്നാസ് ഗുട്ടൻബർഗാണ് പ്രിൻറ്റിംഗ് പ്രസ് കണ്ടെത്തിയത് അല്ലേ? 1439 അല്ലേ? അതെങ്ങനെയായിരുന്നു അത്? ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് റീപ്ലേസബിൾ വുഡൻ ആൽഫബറ്റ്സ് അല്ലേ? മരക്കഷ്ണങ്ങളായിരുന്നു. പരസ്പരം മാറ്റാൻ കഴിയുന്ന അല്ലേ? അക്ഷരങ്ങൾ മാറി മാറി ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മാറ്റി വയ്ക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള തടിയിൽ തീർത്ത വുഡൻ ആൽഫബറ്റ്സ് ആണ് ഉണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിംഗ് ക്രിയേറ്റഡ് എ ന്യൂ റീഡിംഗ് കൾച്ചർ. ഇത് ഒരു പുതിയ വായനാ സംസ്കാരത്തിന് തുടക്കം കുറിച്ചു. കാരണം എല്ലാ പുസ്തകങ്ങളും പ്രിൻ്റ് ചെയ്ത് കോപ്പി എടുക്കാൻ തുടങ്ങുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് കിട്ടാൻ തുടങ്ങുകയും എല്ലാവരും വായിക്കാൻ തുടങ്ങുകയും ഇത് എന്തായി മാറി? ഒരു പുതിയ വായനാ സംസ്കാരത്തിന് കാരണമായി തീർന്നു. ഇത് വലിയൊരു വിപ്ലവകരമായ മാറ്റമാണ് ലോക ചരിത്രത്തിൽ നിർമ്മിച്ചത് അല്ലേ? ഉണ്ടാക്കിയെടുത്തത്. ഈ ഒരു മാറ്റം എല്ലായിടത്തേക്കും വ്യാപിച്ചു അല്ലേ? ആളുകൾ വായിക്കാൻ തുടങ്ങി, ആളുകൾക്ക് അറിവുണ്ടാവാൻ തുടങ്ങി, വിദ്യാഭ്യാസമുണ്ടായി. അങ്ങനെ ഒരാൾ കണ്ടെത്തിയ കാര്യങ്ങൾ മറ്റുള്ളവരൊക്കെ അറിയാൻ തുടങ്ങി. അങ്ങനെ ടെക്നോളജി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി അല്ലേ? അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിനൈസൻസ് എന്ന് പറയുന്നത് ചരിത്രത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റിനൈസൻസ് ശാസ്ത്രീയ പുരോഗതിക്ക് ഒരു വലിയ മാറ്റം തന്നെയാണ് തുടക്കം കുറിച്ചത് അല്ലേ? ഒരു വലിയ മാറ്റത്തിന് തന്നെയാണ് തുടക്കം കുറിച്ചത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയ രംഗത്ത് ഈ നവോത്ഥാനം വലിയ മാറ്റങ്ങൾക്ക് തുടക്കമായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? ദ ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിംഗ് പ്രസ്. എങ്ങനെയാണ് നമ്മൾ മനസ്സിലായില്ലേ? പ്രിൻറ്റിംഗ് പ്രസ് കണ്ടെത്തിയതോട് കൂടിയിട്ട് വ്യാപകമായിട്ട് പുസ്തകങ്ങൾ അച്ചടിക്കാൻ തുടങ്ങുകയും ആളുകൾ പുസ്തകങ്ങൾ വായിക്കുകയും ആ പുസ്തകത്തിലെ കണ്ടൻറ്റ് അല്ലേ, ഉള്ളടക്കം എന്താണെന്ന് ആളുകൾ മനസ്സിലാക്കുകയും അങ്ങനെ അവർക്കൊരു വലിയ മാറ്റം ഉണ്ടാവുകയും ചെയ്തു അല്ലേ? ഡിസ്കസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് റിനൈസൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് അല്ലേ? അതായത് ശാസ്ത്രീയ മേഖലയിൽ റിനൈസൻസ് മൂലമുണ്ടായുള്ള സ്വാധീനം എന്താണെന്ന് അല്ലേ? അല്ലെങ്കിൽ ശാസ്ത്രീയ മേഖലയിൽ റിനൈസൻസ് ചെലുത്തിയ സ്വാധീനം എന്താണെന്ന് അല്ലേ? അതുതന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് അല്ലേ? നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം, നോക്കാം.
സോ 1 by 1 ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ വരുന്നതാണ് ദ റിഫർമേഷൻ, അല്ലേ? റിഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? റിഫർമേഷൻ എന്ന് നോക്കാം. ഇത് റിലീജിയസ് ഫീൽഡ് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമാണ് കേട്ടോ, റിഫർമേഷൻ, അല്ലേ? The Renaissance had say in the religious sphere also. The refinement underwent by the European Christianity in the 16th century is known as Reformation. Martin Luther led this movement which began in Germany. അല്ലേ? അടുത്ത് നമ്മൾ കാണുന്നതാണ് റെഫർമേഷൻ എന്ന് പറയുന്നത്. ഒരു വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം, അല്ല, ഒരു ചേഞ്ച്, ഒരു സഡൻ ചേഞ്ച്, അല്ലേ? അതിനെയാണ് നമ്മൾ കണ്ടു റിനൈസൻസ് കണ്ടു. അപ്പോൾ റിനൈസൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് റിഫർമേഷൻ എന്ന് പറയുന്നത്. റിഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത നവീകരണം എന്ന് പറയും, അല്ലേ? മതത്തെ നവീകരിക്കുക, അല്ലേ? ഓൾറെഡി ഉള്ള മതത്തിനെ നവീകരിക്കുക, പുതുതാക്കി മാറ്റുക, അല്ലേ? മത നവീകരണം, റിഫർമേഷൻ, മത നവീകരണം. റിനൈസൻസ് ഹാഡ് സീസ് ഇൻ ദ റിലീജിയസ് സ്ഫെയർ ഓൾസോ, അല്ലേ? അതിൻ്റെ ഒരു മാറ്റം എവിടെയും നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. റിഫൈൻമെൻറ്റ് അണ്ടർവെൻ ബൈ ദ യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റി ഇൻ ദ 16th century is known as റിഫർമേഷൻ. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രിസ്ത്യാനിറ്റിയിൽ വന്ന ഒരു ശുദ്ധീകരണം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫർമേഷൻ എന്ന് പറയുന്നത്. ദ റിഫൈൻമെൻറ്റ് അണ്ടർവെൻ ബൈ ദ യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റി ഇൻ ദ 16th century is known as റിഫർമേഷൻ. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രിസ്ത്യാനിറ്റിയിൽ വന്ന ഒരു മാറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫർമേഷൻ എന്ന് പറയുന്നത്. ഇതിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു? മാർട്ടിൻ ലൂതർ കിങ് ഇൻ ജർമ്മനി. ജർമ്മനിയിലാണ് ഇതിന് തുടക്കം കുറിച്ചത്. മാർട്ടിൻ ലൂതർ കിങ് ആണ് ഇതിന് തുടക്കം കുറിച്ചത്. ഇനി അതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ റിനൈസൻസ് ഇൻ സയൻസ് എന്നുള്ള ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് ഇൻ സെർച്ച് ഓഫ് സീ റൂട്ട്സ്, അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പുതിയ പുതിയ സീ റൂട്ട്സ് കണ്ടെത്തുക, അല്ലേ? പുതിയ പുതിയ സീ റൂട്ട്സ് കണ്ടെത്താൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് വാസ്കോ ഡി ഗാമ റീച്ച്ഡ് ഇൻ കപ്പാട്, അല്ലേ? ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. നോക്കാം. ഇൻ സെർച്ച് ഓഫ് സീ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പുതിയ പുതിയ കടൽ മാർഗങ്ങൾ കണ്ടെത്തുകയാണ്, അത് തെരഞ്ഞ് കണ്ടുപിടിക്കുകയാണ് അവർ. വി ഹാവ് സീൻ ദാറ്റ് Turks conquered Constantinople. This dismantled the trade relation between Europe and Asia. It necessitated the European traders to discover new sea routes to Asia. The invention of the compass and spirit of adventure uncovered unknown routes, oceans and continents. അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട്. ടർക്സ് കോൺക്വിയർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയെന്ന് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തു, അല്ലേ? അങ്ങനെ സംഭവിച്ചപ്പോൾ അവരെന്താ ചെയ്തത്? ദേ വെർ ക്ലോസ്ഡ് ദ സീ റൂട്ട്സ് ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള, അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള സീ റൂട്ട്സ് അവർ ക്ലോസ് ചെയ്തു. അതോടുകൂടിയിട്ട് യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് കടക്കുവാനുള്ള മാർഗം അവർക്ക് അവസാനിച്ചു. സോ ഇറ്റ് നെസസിറ്റേറ്റഡ് ദ യൂറോപ്യൻ ട്രേഡേഴ്സ് ടു ഡിസ്കവർ ന്യൂ സീ റൂട്ട്സ് ടു ഏഷ്യ. സോ നമുക്കറിയാം പ്രാചീന കാലം മുതൽ തന്നെ ഏഷ്യയുമായിട്ട് യൂറോപ്യൻസിന് ട്രേഡ് റിലേഷൻ ഉണ്ട്, അല്ലേ? ഇവിടെയുള്ള പ്രോഡക്ട്സ്, ഇന്ത്യൻ പ്രോഡക്ട്സ് എല്ലാം തന്നെ യൂറോപ്യൻ മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡാണ്. സോ അത് വളരെ പ്രാചീനമായ കാലം മുതലേ ഉള്ള കാര്യമാണത്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ ട്രേഡേഴ്സിന് ഏഷ്യയിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഏഷ്യയിലേക്ക് വരുവാനുള്ളൊരു പുതിയ മാർഗം കണ്ടുപിടിക്കേണ്ടത് അത്യന്താപേക്ഷിതമായി മാറി. സോ അവരെന്ത് ചെയ്തു? എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്കുള്ള ഒരു പുതിയ സീ റൂട്ട്സ് കണ്ടുപിടിക്കണമെന്നുള്ള ആവശ്യം അവർക്ക് ഉണ്ടായി. ഇതിനെ അവരെ സഹായിച്ചത് എന്തൊക്കെയായിരുന്നു? മാരിനേഴ്സ് കോമ്പസ്, അല്ലേ? എന്താണ് മാരിനേഴ്സ് കോമ്പസ് എന്ന് പറയുന്നത്? വടക്കു നോക്കി യന്ത്രം എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ കടലിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, നാവിഗേറ്റേഴ്സ്, അല്ലേ? അവരുപയോഗിക്കുന്ന ഒരു ടൂളാണത്, അല്ലേ? അതവർക്ക് ദിശ കാണിച്ചു കൊടുക്കും, അല്ലേ? അങ്ങനെ ചൈനക്കാർ എന്ത് കണ്ടുപിടിച്ചു? മാരിനേഴ്സ് കോമ്പസ് കണ്ടുപിടിച്ചു. അതോടൊപ്പം തന്നെ സ്പിരിറ്റ് ഓഫ് അഡ്വഞ്ചർ, അൺകവേർഡ് ആൻഡ് നോൺ റൂട്ട്സ്, ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെൻറ്റ്സ്, അല്ലേ? അങ്ങനെ മറഞ്ഞിരിക്കുന്ന കടൽ മാർഗങ്ങളും കടലുകളും കോണ്ടിനെൻറ്റ്സ്, അല്ലേ? വൻകരകളും എല്ലാം ആര് കണ്ടെത്തി? മനുഷ്യന്മാർ കണ്ടെത്തി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരാം, അല്ലേ? വാസ്കോ ഡ ഗാമ ടു മഗല്ലൻ വരെ വരുന്ന ഒരുപാട് സീ റൂട്ട്സ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു നോട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, അല്ലേ? അതിൽ വളരെ ഷോർട്ടായിട്ട് ഞാൻ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമുക്കറിയാം വാസ്കോ ഡ ഗാമ റീച്ച്ഡ് കാപ്പാട് എന്ന് പറഞ്ഞു, അല്ലേ? വാസ്കോ ഡ ഗാമ റീച്ച്ഡ് കാപ്പാട്, അല്ലേ? അദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്ന് അറിയോ നിങ്ങൾക്ക്? അദ്ദേഹം
അദ്ദേഹം പോർച്ചുഗീസുകാരനാണ്. അദ്ദേഹം പോർച്ചുഗീസിൽ നിന്ന് വന്നിട്ട് അല്ലേ, അദ്ദേഹം വന്നിട്ട് എവിടെ എത്തിച്ചേർന്നു? അദ്ദേഹം ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ഇതുപോലെ ധാരാളം സീ റൂട്ട്സ് വേറെയുമുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അത് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം. സോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻ സെർച്ച് ഓഫ് സീ റൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? അതായത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ സമയത്ത് ഇന്ത്യയിലേക്ക്, യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള മാർഗം അവർ ക്ലോസ് ചെയ്തു. ഇതിന് ബദലായിട്ട് മറ്റൊരു മാർഗം കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അങ്ങനെ അവർ സെർച്ച് ചെയ്തിട്ട് അല്ലേ, അവരെ ഹെൽപ്പ് ചെയ്യാൻ മാരിനേഴ്സ് കോമ്പസ് എന്ന് പറയുന്ന ഒരു മെഷീന് കൂടെ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് അവരുടെ ആ ഒരു കണ്ടുപിടിക്കണമെന്നുള്ള അവരുടെ ആ ഒരു ആഗ്രഹം കൂടി ചേർന്നപ്പോൾ അവരുടെ മുൻപിൽ എല്ലാം വഴിമാറിക്കൊടുത്തു അല്ലേ. ഈവൻ ഓഷ്യൻസ് പോലും അവരുടെ മുന്നിൽ വഴിമാറിക്കൊടുക്കുകയും അവർ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കുമുള്ള സീ റൂട്ട്സ് കണ്ടെത്തുകയും ചെയ്തു, എസ്പെഷ്യലി യൂറോപ്യൻസ്. ദെൻ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റൊരു ഭാഗമാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. The Renaissance in the field of science leads to the invention of new machines, which brought about immense change in the field of production. Consequently, production increased while the cost of production decreased. Such changes in the field of production ushered the Industrial Revolution. It began in England and revolutionized the production and trade. അല്ലേ, അപ്പോൾ റിനൈസൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് അല്ലേ, അതായത് ശാസ്ത്രീയ രംഗത്ത് ഉണ്ടായ മാറ്റങ്ങൾ മൂലം ധാരാളം മെഷീൻസ് കണ്ടുപിടിക്കുകയാണ് അല്ലേ. ധാരാളം മെഷീൻസ് കണ്ടെത്തി. അതോടുകൂടിയിട്ട് എന്താ സംഭവിച്ചത്? വിച്ച് ബ്രോട്ട് അബൌട്ട് ഇമ്മെൻസ് ചേഞ്ച് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. ഉൽപ്പാദന രംഗത്ത് വലിയൊരു മാറ്റം തന്നെ ഉണ്ടായി. ഇപ്പോൾ നമുക്കറിയാം അല്ലേ, മെഷീൻസുകൾ ധാരാളം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രൊഡക്ഷനും ഉണ്ടാവും. ഞാൻ ഏറ്റവും ചുരുങ്ങിയ ഒരു കാര്യം പറഞ്ഞേട്ടെ. നിങ്ങൾ ഫ്ലോർ മില്ല് കണ്ടിട്ടുണ്ടോ? ഫ്ലോർ മില്ല്, നമ്മൾ അരിയൊക്കെ പൊടിക്കുന്ന മില്ല് കണ്ടിട്ടില്ലേ? അവിടെ അവരെങ്ങനെയാണ് മില്ലിൽ അവരെങ്ങനെയാണ് അരി പൊടിക്കുന്നത് എങ്ങനെയാണ് അല്ലേ? നമുക്കറിയാം വലിയൊരു അല്ലേ, അവരുടെ കയ്യിൽ അതിനൊരു മെഷീനുണ്ട്. ആ മെഷീനിലേക്ക് അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ വളരെ അല്ല സോഫ്റ്റായിട്ടുള്ള ഫ്ലോറായിട്ട് അല്ലേ, പൊടിയായിട്ട് താഴേക്ക് വരുന്നു. ഈ സെയിം പ്രോസസ്സ് പണ്ട് നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചിരുന്നു. നിങ്ങൾ ആരുടെയെങ്കിലും വീടുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഉരലെന്ന് പറയും അല്ലേ, ഉരൽ. അതിന് നമ്മൾ അതിൻ്റെ തന്നെ വേറൊരു ഐറ്റം കൂടെ ഉണ്ട്, ഉലക്ക എന്ന് പറയും അല്ലേ. അപ്പോൾ അവർ പണ്ട് കാലങ്ങളിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഉമ്മമാരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളെങ്ങനെയാണ് പണ്ട് കാലത്തൊക്കെ എങ്ങനെയാണ് അരിയൊക്കെ പൊടിച്ചിരുന്നത്? ഈ ഉരലിലേക്ക് അരിയൊക്കെ ഇട്ടിട്ട് ഈ ഉലക്ക കൊണ്ടിങ്ങനെ കുത്തിയിട്ട് പൊടിച്ചെടുക്കും. ആ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ടൈം വേണം അങ്ങനെ എടുക്കാൻ, വളരെ കുറച്ചേ കിട്ടുകയുള്ളൂ. എന്നാൽ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് അല്ലേ, ഈ മില്ലിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർ അല്ലേ ഒരു ജസ്റ്റ് 1-2 മിനിറ്റ് മതി അല്ലേ, അരി കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് മതി. ആ 10 മിനിറ്റ് കൊണ്ട് എത്ര കിലോ പൊടി വേണമെങ്കിലും അവർ നമുക്ക് പൊടിച്ചു തരും അല്ലേ. അപ്പോൾ എന്താ കാരണം? കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുകയാണ്. അതുതന്നെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് സംഭവിച്ചത്. കൂടുതൽ മെഷീൻസ് കണ്ടെത്തിയതോട് കൂടിയിട്ട് പ്രൊഡക്ഷൻ വർദ്ധിക്കുകയും അതിൻ്റെ കോസ്റ്റ് കുറയുകയും ചെയ്തു അല്ലേ, പൈസ കുറയുകയും ചെയ്തു അല്ലേ. പ്രൊഡക്ഷൻ വർദ്ധിച്ചു അല്ലേ. കോൺസിക്വൻ്റ്ലി പ്രൊഡക്ഷൻ ഇൻക്രീസ് വൈൽ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസ്ഡ്. ഉൽപ്പാദനം വർദ്ധിക്കുകയും അതിനു വേണ്ട പൈസ കുറയുകയും ചെയ്തു അല്ലേ. സച്ച് ചേഞ്ച് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ അഷേർഡ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലേ. ഇങ്ങനെ പ്രൊഡക്ഷൻ രംഗത്ത് വന്നിട്ടുണ്ടായിട്ടുള്ള ഈ ഒരു മാറ്റത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അഥവാ വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത്. സോ എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ? വ്യാവസായിക വിപ്ലവം അല്ലേ. ശാസ്ത്രീയ രംഗത്ത് അല്ലെങ്കിൽ റിനൈസൻസിൻ്റെ ഫലമായിട്ട് ശാസ്ത്രീയ രംഗത്ത് ധാരാളം കണ്ടുപിടുത്തങ്ങൾ വരികയും കണ്ടുപിടുത്തങ്ങളുടെ ഫലമായിട്ട് പ്രൊഡക്ഷൻ കൂടുകയും അവയുടെ കോസ്റ്റ് കുറയുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായിട്ട് ഉണ്ടായൊരു മാറ്റത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. അതായത് വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത്. ഈ വ്യാവസായിക വിപ്ലവം എവിടെയാണ് തുടക്കം കുറിച്ചത്? വ്യാവസായിക വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഇംഗ്ലണ്ട്. എവിടെയാണ്? ഇംഗ്ലണ്ട്. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ പോർഷൻ, ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നമുക്കൊരു ക്ലാസ്സും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പോർഷൻ കംപ്ലീറ്റ് ആകും. സോ ഒരു ക്ലാസ്സും കൂടെ കഴിഞ്ഞാൽ പോർഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എക്സാം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എല്ലാവരും പഠിക്കുക. ബാക്കി എക്സാമിനെ കുറിച്ചുള്ള വിശദവിവരങ്ങളൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയും. സോ എല്ലാവരും റെഡി ആയിരിക്കുക പഠിക്കാൻ. എക്സാമിന് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് വേണം എക്സാമിന് ഇരിക്കാൻ. ഓൺലി 20 മിനിറ്റ്സ് മാത്രമേ ഞാൻ എക്സാമിന് തരികയുള്ളൂ. ആ 20 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ എക്സാം നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. ആ 20 മിനിറ്റ്സ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എനിക്ക് ആൻസർ സെൻഡ് ചെയ്ത് തരാൻ പറ്റില്ല. ഓക്കെ,
അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനൊരു ടൈം ഞാൻ പറയും, ആ ടൈമിൻ്റെ ഉള്ളിൽ ഞാൻ എക്സാം എടുക്കും. വളരെ കുറച്ച് ടൈമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക കേട്ടോ. ഇതിൻ്റെ ഒരു ക്ലാസ്സും കൂടെ ഉണ്ട്. ആ ക്ലാസ്സിൽ ഞാൻ പെൻഡിങ് ആയിട്ടുള്ള നോട്ട്സും നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.